ഓം അഗത്തീശ്വരായ നമ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ഈ തെറ്റ് ചെയ്താൽ രോഗം, ദുരിതം, കഷ്ടപ്പാട് ഇവ വരാൻ സാധ്യതയുണ്ട്. എന്താണ് ആ ദുരിതം എന്നല്ലേ നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ട് മനസ്സിലാക്കാം. ഈ ചാനലിൽ പ്രാക്ടിക്കൽ അസ്ട്രോളജിയുടെ വീഡിയോകളും പ്രെഡിക്റ്റീവ് അസ്ട്രോളജിയുടെ വീഡിയോകളും ധാരാളമുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ മുന്നത്തെ വീഡിയോകൾ പോയി കാണുക. ഒരാളുടെ ചെരുപ്പ് വേറെ ഒരാള് ഇട്ടാൽ ഇട്ടവനും പ്രശ്നം, ചെരുപ്പ് കൊടുത്തവനും പ്രശ്നം എന്നാണ് പറയാൻ പോണത്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് അസ്ട്രോളജിക്കലി ഒന്ന് നോക്കാം. അസ്ട്രോളജിക്കലി ലോകത്തുള്ള എല്ലാത്തിനെയും പരാശരര് ഡീകോഡ് ചെയ്ത് മുന്നേ വെച്ചിട്ടുണ്ട്. ഗ്രഹങ്ങളായും രാശികളായും നക്ഷത്രങ്ങളായും. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരാഹ മിഹിര ആചാര്യൻ്റെതല്ല, പരാശരൻ്റെതാണ് ഈ പ്രാക്ടിക്കൽ അസ്ട്രോളജിയിലെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. ചെരുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശനിയാണ് ഗ്രഹത്തില്. ചെരുപ്പ് എന്ന് പറഞ്ഞാൽ 12ാം ഭാവമാണ്. ഭാവാൻ ഭാവം നോക്കാൻ അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാവാൻ ഭാവം. ചെരുപ്പ് പല ടൈപ്പാണ്. ഒരു ഗ്രഹത്തിൽ തന്നെ 9 ഗ്രഹങ്ങളുടെ സ്വഭാവം കാണിക്കും. ഏറ്റവും മനോഹരമായ ചെരുപ്പാണെങ്കിൽ ശനി പ്ലസ് ശുക്രനാണ്. ശനിയിൽ ശുക്രൻ. നല്ല പ്രീമിയം ക്വാളിറ്റി ചെരുപ്പാണ്. ഭയങ്കര അലങ്കാരമൊന്നുമില്ലെങ്കിൽ അത് ശനി വ്യാഴമാണ്. ഇത്തരത്തില് ചെരുപ്പെന്ന വിഷയം പല തരത്തിൽ കാണണം. ശനി രാഹുവ, ശനി കേതുവ, ശനി ചന്ദ്രനൊക്കെ ഉണ്ടാവും. എന്തായാലും ചെരുപ്പ് ശനിയായിട്ട് എടുക്കുക. ചെരുപ്പ് 12ാം ഭാവമാണ്. 12ാം ഭാവം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ? വരാഹമിഹിരാചാര്യൻ പോലും പറഞ്ഞിട്ടുണ്ട്. കാലാങ്കാനി വരാംഗം ആന്നം ഉരോ ഹൃത്തോട വാസോഭൃതോ വസ്തിർ വ്യഞ്ജന ഊരുജാനുയുകളെ ജംഘേതേ അങ്കൃദ്വയെ മേഷാശി പ്രഥമ നവഋഷചരണ ചക്രസിത രാശയോ രാശി ക്ഷേത്ര ഗൃഹ ഋഷ ഭാനി ഭവനം ച ഏകാർത്ഥ സമ്പ്രത്തെ. അതിൽ പറയുന്നുണ്ട് കാലിന്റെ ഏറ്റവും പാദം എന്ന് പറയുന്നത് 12ാം ഭാവമാണ്. അപ്പൊ അവിടെയാണ് ചെരുപ്പിടുന്നതുകൊണ്ട് 12ാം ഭാവം. അപ്പൊ 12ാം ഭാവത്തെ നമ്മൾ പരിവർത്തനം ചെയ്യുന്നതിന് തുല്യമാണ് ചെരുപ്പ് വേറൊരാൾക്ക് കൊടുക്കുന്നത്, വേറെ ആളുടെ ചെരുപ്പിടുന്നത്. ശനിയെ പരിവർത്തനം ചെയ്യുന്നതിനും തുല്യമാണ്. 12ാം ഭാവത്തെ പരിവർത്തനം ചെയ്യുമ്പോൾ 12ാം ഭാവാധിപനെയും 12 നിൽക്കുന്ന ഗ്രഹത്തെയും പരിവർത്തനം ചെയ്യുന്നതിന് തുല്യമാണെന്ന് ഓർക്കണം. 12ാം ഭാവത്തില് രാഹു കേതുക്കള് ഗുളികനൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ സമയമാണ് പ്രത്യേകിച്ച് നടക്കുന്നതെങ്കിലും അവന് കഷ്ടപ്പാടും ദുരിതമായിരിക്കും. അങ്ങനെയുള്ളവന്റെ ഒരു ചെരുപ്പ് മേടിച്ച് നിങ്ങൾ ഇട്ടാല് ആ ദുരിതവും കഷ്ടപ്പാടും നിങ്ങൾക്ക് വരുമെന്നാണ് പറഞ്ഞു വരുന്നത്. വീട്ടിലുള്ള ആളുകള് പരസ്പരം ചെരുപ്പ് മാറി ഉപയോഗിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. കാരണം നിങ്ങളുടെ സമയം നല്ലതാണെങ്കിൽ, കഷ്ടാലം പിടിച്ച ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഈ ചെരുപ്പ് എടുത്തിട്ട് കഴിയുമ്പോൾ ആ കഷ്ടാലം അതോടുകൂടി നിങ്ങളെ ബാധിക്കും. സിദ്ധറുകളുടെ ചെരുപ്പൊക്കെ വെച്ച് പൂജ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അത് അത്രയും എനർജറ്റിക് ആയ ഒരു സാധനം എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോ ചെരുപ്പ് മാറി ഉപയോഗിച്ചാൽ 12ാം ഭാവം പരിവർത്തനാവും, ശനി പരിവർത്തനാവും. അപ്പൊ ശനി നിൽക്കുന്നത് ഒരാൾക്ക് 6, 8, 12 ശത്രു രാശി, നീച അങ്ങനെയൊക്കെയുള്ള സ്ഥാനങ്ങൾ ആണെങ്കിൽ ആ ആളുടെ ചെരുപ്പ് നിങ്ങൾ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ആ ദോഷം നിങ്ങൾക്ക് വരും. അപ്പോ
എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു കാര്യത്തിന് പോലും ഇത് മാറ്റിയിടാതിരിക്കുക. ചില സ്ഥലത്തൊക്കെ ഞാൻ സ്ഥാനം കാണാനൊക്കെ പോയ സമയത്ത് നമ്മൾ ഇട്ടേക്കണ ചെരുപ്പ് ചെളിയിൽ ചവിട്ടണ്ടല്ലോ എന്ന് അവർ വിചാരിച്ചിട്ട് പറയും, സ്വാമി നിങ്ങൾ വേണമെങ്കിൽ ഈ ചെരുപ്പ് ഇട്ടോ എന്നൊക്കെ ചിലപ്പോൾ പറയും. അല്ലെ ജോത്സ്യരെ നിങ്ങൾ ഈ ചെരുപ്പ് ഇട്ടോ എന്ന് പറഞ്ഞാൽ അവരുടെ ചെരുപ്പ് വരും. അപ്പൊ നമ്മൾ പറയും വേണ്ട, ഞാൻ ഇത് തന്നെ ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് നമ്മളാ ചെരുപ്പ്, നല്ല ചെരുപ്പ് ഇട്ടിട്ട് ചിലപ്പോൾ അതിൽ കൂടിയൊക്കെ നടന്നിരിക്കും. പക്ഷെ നിങ്ങളിത് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? എവിടെയെങ്കിലും എന്തെങ്കിലും പരിപാടിക്കോ പണിക്കോ പോണ സമയത്ത് ഇത്തരത്തില് ചെരുപ്പ് മാറിയിടാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കണം എന്നാ പറഞ്ഞത്. നിങ്ങളുടെ ചെരുപ്പ് വേറെ ആൾക്ക് ഇടാൻ കൊടുത്താലും ഈ അവസ്ഥ തന്നെ, പരിവർത്തനം വരും. അതെങ്ങനെയാണെന്നാ ചോദിക്കുന്ന. നിങ്ങൾ കൊടുത്ത ചെരുപ്പ് അവരിട്ട് പിന്നെ അത് നിങ്ങൾ ഇടണ്ടേ? അപ്പൊ അവരുടെ ദോഷം നിങ്ങൾക്ക് കിട്ടില്ലേ? ഇത്തരത്തില് പരിവർത്തനങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് കണക്കാക്കേണ്ടത്. വേറൊരു കാര്യം പറഞ്ഞാൽ, ഇതിന് സയന്റിഫിക് ആയിട്ട് എന്തെങ്കിലും ഇതുണ്ടോ? ഇയാൾ എന്തൊക്കെ പറയുന്നു, എനർജി ലെവലൊക്കെ പറയുന്നു. ഇനി ഞാൻ മറ്റേ അമാനുഷിക ലോകം എന്ന് പറഞ്ഞ എന്റെ ചാനലിലാണെങ്കിൽ കുറച്ചും കൂടി കൂട്ടി പറയും. മർമ്മസ്ഥാനങ്ങളും ബോഡിയുടെ വൈറ്റൽ എനർജിയും നാഡീ ബന്ധങ്ങളും മുടിച്ചുകളെയൊക്കെ പറ്റിയൊക്കെ അതിലാണെങ്കിൽ പറഞ്ഞു തന്നിരിക്കും. ഇവിടെ ഇത്രയും പറയണുള്ളൂ. ഇതിന് സയന്റിഫിക് ആയിട്ടുള്ള ഒരു എവിഡൻസ് തരാൻ പറ്റില്ല, പക്ഷെ ചില കാര്യങ്ങൾക്ക് പറയാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പിലടക്കം നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയ, ഫംഗസും, വൈറസൊക്കെ ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അതും ഉണ്ടാവും. അത് വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ അവന്റെ കാലിലൂടെ, നമ്മുടെ കാലിൽ നിന്ന് അവന്റെ കാലിലൂടെ ഇത് പരിവർത്തനം ചെയ്തു പോവുകയാണ്. പരിവർത്തനം എന്നുള്ള വാക്ക് അസ്ട്രോളജിയിൽ മാത്രമല്ലല്ലോ, രോഗാണുക്കൾ പരിവർത്തനം ചെയ്ത് അവന് കിട്ടും. അവൻ വീട്ടില് ഈ സാധനം ചവിട്ടി തേച്ച് വീണ്ടും ചെന്ന് മൊത്തം ആ വീട്ടിൽ ഈ രോഗാണുക്കൾ പകരത്തി രോഗങ്ങൾ ഉണ്ടാവും വരെ സാധ്യത വരും. അത്തരത്തിൽ കൊടുത്താലും ദുരിതങ്ങളും ദോഷങ്ങളും രോഗങ്ങളും ഒക്കെ വന്നേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി ചെരുപ്പ് ഒരാളുടെ മാറ്റി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു നിർത്തണം. ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ.